पद्म भूषण से सम्मानित हर दिल अजीज विलक्षण अभिनय को उनके शानदार योगदान, अद्भुत अभिनय और कला के लिए दिया जा रहा है। ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി മലയാളത്തിന്റെ മോഹൻലാൽ. ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമയെന്ന് മോഹൻലാൽ. I see this award as a collective tribute to our industry, legacy, creativity and resilience. I dedicate it to the vibrant Malayalam film industry. എൻ്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ. അഭിനന്ദിച്ച് രാഷ്ട്രപതി. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ ഉർവശി, വിജയരാഘവൻ ഉൾപ്പെടെ മലയാളികൾ. ഭൂട്ടാനിൽ നിന്നുള്ള വാഹന ഇറക്കുമതിയിൽ കസ്റ്റംസിന്റെ വ്യാപക പരിശോധന. നടന്മാരായ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ റെയ്ഡ്. ദുൽഖറിന്റെയും അമിത് ചക്കാലക്കലിന്റെയും വാഹനങ്ങൾ പിടിച്ചെടുത്തു. വാഹനങ്ങളുടെ വിൽപ്പന നിയമവിരുദ്ധമായിട്ടാണ് എന്ന് കസ്റ്റംസ്. ഇത്തരം നീക്കങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തെരഞ്ഞെടുപ്പിന് മുൻപായി ഒരിക്കൽ കൂടി വോട്ടർ പട്ടിക പുതുക്കും. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. SIR നീട്ടിവെക്കണമെന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിലപാട് സ്വാഗതാർഹമെന്ന് LDF. യോജിച്ച പ്രക്ഷോഭം ആലോചിക്കാവുന്നതാണ് എന്ന് മുസ്ലിം ലീഗ്. CPIM നേതാവ് KJ ഷൈൻ ടീച്ചർക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയെന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണൻ. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. യൂട്യൂബർ KM ഷാജഹാന്റെ അടക്കം ഫോണുകൾ പരിശോധനയ്ക്ക് അയക്കും. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിർണായക ബന്ധമെന്ന് US സെക്രട്ടറി മാർക്കോ റൂബിയോ. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച H-1B വിസ നിരക്ക് പുതുക്കിയതിന് പിന്നാലെ അമേരിക്കയുമായുള്ള ബന്ധം തുടരുമെന്ന് S ജയശങ്കർ. ഹമാസിനെ തള്ളി പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. ഗസയിൽ ഹമാസിന് ഒരു പങ്കുമില്ല എന്നും സംഘടന ആയുധം വെച്ച് കീഴടങ്ങണമെന്നും മഹ്മൂദ് അബ്ബാസ്. പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ച് ഫ്രാൻസ്. സമാധാനവും സന്തോഷവുമുള്ള രാജ്യമായി പലസ്തീനും ഇസ്രയേലും മാറണമെന്ന് ഇമ്മാനുവൽ മക്രോൺ. ഏഷ്യ കപ്പ് സൂപ്പർ 4-ൽ പാകിസ്ഥാൻ ശ്രീലങ്ക പോരാട്ടം അല്പസമയത്തിനകം. മത്സരം രാത്രി 8 മണിക്ക് അബുദാബിയിൽ. ഇരു ടീമുകൾക്കും ജയം അനിവാര്യം.